മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദേശീയ മാധ്യമങ്ങളിൽ വരുത്താൻ ഇടപെട്ട PR കമ്പനിക്ക് റിലയൻസുമായി ബന്ധമുണ്ട്. ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈസൺ എന്ന PR കമ്പനിയുടെ 75% ഓഹരികൾ കൈവശമുള്ളത് റിലയൻസിന്റെ ഷെൽ കമ്പനിയായ മേവൻ എന്ന കമ്പനിക്കാണ്. മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുപ്പിക്കാൻ 3ലേറെ ഇംഗ്ലീഷ് പത്രങ്ങളെ ക്ഷണിച്ചത് കേസൻ CEO വിനീത് ഹണ്ട നേരിട്ടാണ്. ദ ഹിന്ദുവിനോട് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ചത് റിലയൻസ് പ്രതിനിധി സുബ്രഹ്മണ്യനാണ്. CPM മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകനാണ് സുബ്രഹ്മണ്യൻ. PR സുനിൽ സമഗ്ര വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ ഈ PR കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാനാകുന്നത്? എന്തായാലും ഈ PR കമ്പനി കൂടുതൽ ഇംഗ്ലീഷ് പത്രങ്ങളെ ഈ മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുപ്പിക്കാനായി ഒന്നിലധികം ഇംഗ്ലീഷ് പത്രങ്ങളെ സമീപിച്ചു എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി വരുന്നത്. ദ ഹിന്ദുവാണ് അഭിമുഖം പകർത്തിയത്. കലീസ് ടൈംസിനും അഭിമുഖം നൽകിയിരുന്നു. ഇതല്ലാതെ ഇക്കണോമിക്സ് ടൈംസ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പത്രങ്ങളിലും കൈസന്റെ വിളി വന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അങ്ങനെ എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളിലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ച് വരുന്നതിനായി ഈ കൈസൺ എന്ന PR കമ്പനി ഇടപെട്ടു എന്ന വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദ ഹിന്ദു ദിനപത്രത്തിന്റെ മാധ്യമപ്രവർത്തക പകർത്തുമ്പോൾ 2 PR കമ്പനിയുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാൾ സുബ്രഹ്മണ്യനാണ്, മറ്റൊരാൾ കൈസന്റെ പ്രതിനിധിയാണ്. ഏതായാലും ഇവർക്ക് റിലയൻസുമായുള്ള ബന്ധവും ഇപ്പോൾ പുറത്തുവരികയാണ്. കൈസൺ എന്ന കമ്പനിയിലെ 75% ഓഹരി മേവൻ എന്ന റിലയൻസിന്റെ ഷെൽ കമ്പനിക്കാണ് ഉള്ളത്. അപ്പോൾ ഈ റിലയൻസിന്റെ ഷെൽ കമ്പനിയായ മേവൻ കൈവശം വെച്ചിരിക്കുന്ന കൈസൺ എന്നൊരു കമ്പനിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലിയിൽ ദേശീയ മാധ്യമങ്ങളിൽ അഭിമുഖം നൽകാനായി മേൽനോട്ടം വഹിച്ചത്, അതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് എന്നൊക്കെയുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. CPM പോലുള്ള ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് ദേശീയ മാധ്യമങ്ങളിൽ ഒരു അഭിമുഖം നൽകാൻ PR കമ്പനികളുടെ ഇടനില വേണ്ടി വന്നു എന്നത്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്നത്, ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് തീർച്ചയായും CPMനെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ തന്നെ വലിയ പ്രതിരോധത്തിലാക്കുകയാണ്. തീർച്ചയായും സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഒക്കെ തന്നെ CPM പ്രതിരോധത്തിലാണ്. ഈ വിഷയത്തിൽ ഇതുവരെ എന്തെങ്കിലും ഒരു സ്ഥിരീകരണമോ ഈ വിഷയത്തിൽ ഒരു വിശദീകരണമോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ നൽകിയിട്ടില്ല. PR കമ്പനികളും പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ശരി, PR സുനിലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.